പത്തനംതിട്ട CPIM ജില്ലാ കമ്മിറ്റിക്ക് പുതിയ നേതൃത്വം ആകുന്നു. പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. രാജു എബ്രഹാമാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. രാജു എബ്രഹാമിനെ കമ്മിറ്റിയിൽ പുതിയ 5 പുതുമുഖങ്ങൾ കൂടിയുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നു. സുജു, എന്തൊക്കെയാണ് പുതിയ കമ്മിറ്റിയെ സംബന്ധിച്ച്, പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ച്? സുജു, രാജു എബ്രഹാമിനെയാണ് പുതിയ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പത്തനംതിട്ട. എബ്രഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് നിലവിൽ രാജു എബ്രഹാം. പത്തനംതിട്ട ജില്ലയുടെ പാർട്ടിയുടെ അമരത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 1975-ൽ റാന്നി MS ഹൈസ്കൂളിൽ SFI യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് രാഷ്ട്രീയ പ്രവേശനം. പിന്നീട് 80-ൽ റാന്നി സെന്റ് തോമസ് കോളേജിലെ ചെയർമാനും പിന്നീട് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായി പ്രവർത്തിച്ചു. പിന്നീട് SFI പത്തനംതിട്ട താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റും കൊല്ലത്ത് SFI ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. 1983-ൽ CPM റാന്നി താലൂക്ക് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 98 മുതൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും 96 മുതൽ ജില്ലാ സെക്രട്ടറി അംഗവുമായി പ്രവർത്തിച്ചു. റാന്നി MLA കൂടിയാണ്. കഴിഞ്ഞ തവണയാണ് റാന്നി MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറിയത്. അതിനുശേഷം പാർട്ടി ജില്ലയിൽ ആകെ പ്രവർത്തിക്കുന്ന തരത്തിൽ പ്രവർത്തനമായി മുമ്പോട്ട് പോകുകയായിരുന്നു രാജു എബ്രഹാം. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി കൂടി രാജു എബ്രഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പത്തനംതിട്ടയിലെ ജില്ലയുടെ ഒരു ജനപ്രിയ നേതാവ് കൂടിയാണ് രാജു എബ്രഹാം എന്ന് പറയാനായിട്ട് തരത്തിൽ സംസ്ഥാന വ്യാപകമായി അറിയപ്പെടുന്ന നേതാവ് കൂടിയാണ് രാജു എബ്രഹാം. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതിയതായി 6 ആളുകളെ കൂടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് DYFയുടെ ജില്ലാ സെക്രട്ടറി B നിസാം, അതുപോലെ തന്നെ TV സ്റ്റാലിൻ കോഴഞ്ചേരി ഏരിയ സെക്രട്ടറിയാണ്. PC സുരേഷ് കുമാർ ഇരുവിപേരൂർ ഏരിയ സെക്രട്ടറി, ബിന്ദു ചന്ദ്രമോഹൻ മല്ലപ്പള്ളി പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, CN രാജേഷ PKS ജില്ലാ സെക്രട്ടറിയും, ഫ്രാൻസിസ് വാന്റണി തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗമാണ്. മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഫ്രാൻസിസ് വാന്റണി. അങ്ങനെ 6 പുതുമുഖങ്ങളാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇത്തവണ എത്തിയിരിക്കുന്നത്. രാജു എബ്രഹാമാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സമ്മേളന നടപടികൾ അല്പസമയത്തിനുള്ളിൽ അവസാനിച്ച പുതിയ ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അജിംഷാദ്. തീർച്ചയായും സുജു ടി ബാബു, അതായത് പത്തനംതിട്ട ജില്ലയുടെ തന്നെ ഒരു മുഖമാണ് പലപ്പോഴും. പാർലമെന്ററി രംഗത്തായാലും പൊതുപ്രവർത്തനത്തിനായാലും പാർട്ടി നേതൃത്വത്തിലുമൊക്കെ സജീവമായിരുന്ന ഒരു വലിയ മുഖം. അതുതന്നെയാണ് ജില്ലാ സെക്രട്ടറിയായി രാജു എബ്രഹാം എത്തുമ്പോൾ അത് ഒരുപക്ഷെ പാർട്ടിക്ക് ഒരു പുത്തൻ ഉണർവ് തന്നെയാണ്. മാത്രമല്ല 5 പുതിയ അംഗങ്ങൾ കൂടി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നു. സുജു ടി ബാബുവാണ്. ഇനി ശേഷിക്കുന്ന പരിപാടികൾ കൂടി, ഇന്നത്തെ സമാപന പൊതുസമ്മേളനം അടക്കം. അജിംഷാദ, ഈ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ തന്നെ സമാപന സമ്മേളനം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 50,000 പേർ പങ്കെടുക്കുന്ന വലിയ പ്രകടനമാണ്. അതായത് മലയോര ഗ്രാമമായ കോന്നിയെ ഇന്ന് വൈകിട്ട് ചെങ്കടലായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റെഡ് വോളൻസ് മാർച്ചും വലിയ തരത്തിൽ തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ കോന്നി ജില്ലാ സമ്മേളനത്തെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അജിംഷാദ. തീർച്ചയായും പത്തനംതിട്ട CPIM ജില്ലാ സമ്മേളനം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് സമാപന പൊതുസമ്മേളനം. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ് സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളനവുമായി ബന്ധപ്പെട്ട് അനുബന്ധിച്ചുള്ള മാർച്ചും ഒക്കെ ഇന്ന് വൈകിട്ട് നടക്കുന്നുണ്ട്. മാത്രമല്ല പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. രാജു എബ്രഹാമാണ് ജില്ലാ സെക്രട്ടറി. മാത്രമല്ല 5 പുതുമുഖങ്ങൾ കൂടി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തുന്നു. പത്തനംതിട്ട CPIM ജില്ലാ സമ്മേളനത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു നൽകിയത്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ 5 പുതുമുഖങ്ങൾ. രാജു എബ്രഹാം പുതിയ ജില്ലാ സെക്രട്ടറി. പത്തനംതിട്ട ജില്ലാ സമ്മേളനം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് സമാപന സമ്മേളനമാണ്. സമാപന സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രകടനവും റെഡ് വോളണ്ടിയർ മാർച്ചും ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് സുജു ടി ബാബു നൽകിയത്. സുജു, ഈ പത്തനംതിട്ട ജില്ലാ സമ്മേളനം മലയോര ജനതയുടെ പ്രശ്നങ്ങൾ ഉയർത്തിയാണ്. പ്രമേയം അടക്കം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള പ്രമേയങ്ങൾ പാസാക്കിയാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനം പുരോഗമിച്ചത്. ഈ വേളയിൽ പുതിയ കമ്മിറ്റിയെ കൂടി തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപക്ഷെ പാർട്ടിക്ക് പുത്തൻ ഉണർവ് നൽകുന്നതാണ്. മാത്രമല്ല ഓരോ ജില്ലാ സമ്മേളനങ്ങളും ഇത്തരത്തിൽ സ്വയം തിരുത്തലിൻ്റെയും രാഷ്ട്രീയ പ്രക്രിയകളുടെ ഭാഗമാക്കാകുന്ന വലിയ സ്വയം വിമർശനത്തിൻ്റെയും തിരുത്തലിൻ്റെയും ഒക്കെ
ഒരു റിഫ്രഷ്മെൻറ്റ് കൂടിയാണ് CPIM എന്ന പാർട്ടിയെ സംബന്ധിച്ച്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനം പുരോഗമിക്കുന്നത്. അതിൻ്റെ നിർണായകമായ ദിശയാണ് ഒന്ന്, അത് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല, ഏറ്റവും പ്രമുഖനായ, അത് മാത്രമല്ല പാർലമെൻ്ററി രംഗത്തും പൊതുപ്രവർത്തനത്തിലുമെല്ലാം ശക്തമായ കേരളത്തിൻ്റെ മുഖമായ ജില്ലാ സെക്രട്ടറിയാണ് രാജു എബ്രഹാമിനെയാണ് ജില്ലാ സെക്രട്ടറിയായി സമ്മേളനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. സുജു ടി ബാബു. തീർച്ചയായിട്ടും അജിംഷാദ്, അത് തന്നെയാണ് തുടർച്ചയായി 5 തവണ റാന്നി കമ്മിറ്റിയിൽ 6 പുതുമുഖങ്ങളാണുള്ളത്. 5 എന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അതിന്റെ ഏറ്റവും അപ്ഡേറ്റഡ് വാർത്ത 6 പുതുമുഖങ്ങളാണ്, അല്ലേ സുജു? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിൽ 6 പേരുണ്ടായിരുന്നു. നമ്മൾ കൊടുത്ത വാർത്തയിൽ ചെറിയ പശക് പറ്റിയതാണ്. 6 പുതുമുഖങ്ങളാണ്. നമുക്ക് ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായി 5 തവണ നിയമസഭയിൽ റാന്നി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 5 തവണ ഒരാൾ ഒരു മണ്ഡലത്തിൽ തന്നെ നിയമസഭാ അംഗമാകുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഒരു ജനപിന്തുണ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയധികം തവണ ഏറ്റവും ഒടുവിൽ അദ്ദേഹം മത്സരിക്കാതെയാണ് ഇരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ മത്സരിച്ചാൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന തരത്തിൽ വലിയ അടിത്തറയുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയാണ് രാജു എബ്രഹാം. അങ്ങനെ 5 തവണ തുടർച്ചയായി റാന്നി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 96 മുതൽ 2016 വരെ റാന്നി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തി കൂടിയാണ് രാജു എബ്രഹാം. അജിംഷാ സൂചിപ്പിച്ച പോലെ മലയോര ജില്ല കൂടിയാണ് പത്തനംതിട്ട ജില്ല. മലയോര പ്രദേശങ്ങളും അതുപോലെ അപ്പർ കുട്ടനാട് മേഖലയും എല്ലാം ഉൾപ്പെടുന്നതാണ്. അവിടുന്ന് മലയോര ജില്ലയിലെ ഗ്രാമമായ റാന്നിയിൽ നിന്ന് തന്നെ ഒരു ജില്ലാ സെക്രട്ടറി എത്തുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ്. പ്രധാനമായ ഒരു കാര്യം അജിംഷാ സൂചിപ്പിച്ചതാണ്, പാർട്ടിയെ സംബന്ധിച്ചോളം അതിൻ്റെ സമ്മേളനങ്ങൾ ഓരോ ഘട്ടഘട്ടമായി നടത്തിക്കൊണ്ടാണ് അതിൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അതിൻ്റെ ജില്ലാ സെക്രട്ടറിയെയും മറ്റ് ഭാരവാഹികളെയൊക്കെ തന്നെ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. മറ്റ് സംഘടനകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേന്ദ്ര നേതൃത്വങ്ങൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സംസ്ഥാന പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ജില്ലാ സമ്മേളനം കൃത്യമായി വിളിച്ചു കൂട്ടുന്നു. അത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പത്തനംതിട്ട ജില്ലയിലേക്ക് 1000-ലധികം ബ്രാഞ്ചുകൾ, 100-ലധികം വരുന്ന ലോക്കൽ കമ്മിറ്റികൾ, 11 ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായ സംഘടനാ സംവിധാനത്തോടെ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നു. അത് ആളുകൾക്ക് അംഗീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് വരുന്നു. ഇനിയും ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പേരുകൾ പരിശോധിക്കുമ്പോഴും ബി നിസാം ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടറിയാണ്. അങ്ങനെ യുവാക്കൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ലിസ്റ്റ് തന്നെയാണ്. നിലവിലെ PC സുരേഷ് കുമാർ ഇരുവിയൂർ ഏരിയ സെക്രട്ടറി, TV സ്റ്റാലിൻ കോഴഞ്ചേരി ഏരിയ സെക്രട്ടറി, വനിതാ അംഗമായി എത്തിയിരിക്കുന്ന ബിന്ദു ചന്ദ്രമോഹൻ പല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ ബിന്ദു ചന്ദ്രമോഹൻ CN രാജേഷ PKSന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. മുൻ SFI നേതാവാണ്. SFI ഭാരവാഹിത്വ സംസ്ഥാനത്തും ജില്ലാ തലത്തിലും പങ്കെടുത്ത ഫ്രാൻസിസ് വി ആന്റണിയും. അങ്ങനെ പുതിയതായി 6 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സംഘടനാ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ സമ്മേളനത്തിന് സമ്മേളനം അവസാനിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പേര് ഇത് തന്നെയാണ്. ജില്ലാ സെക്രട്ടറിയായി രാജു എബ്രഹാം തിരഞ്ഞെടുക്കപ്പെടുന്നു. പാർട്ടിയുടെ ഒരു ജില്ലയിലെ മുഖം തന്നെയായിരുന്നു രാജു എബ്രഹാം. ഇനിയും പാർട്ടി അടുത്ത 3 വർഷത്തേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വമാണ് പാർട്ടി സമ്മേളനം ഇപ്പോൾ രാജു എബ്രഹാമിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം KP ഉദയഭാനു കഴിഞ്ഞ 9 വർഷമായി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി നിന്നുകൊണ്ട് വളരെ നേതൃത്വ പാഠവും വഹിക്കുകയും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ KP ഉദയഭാനുവിൻ്റെ പിൻഗാമിയായിട്ടാണ് രാജു എബ്രഹാം എത്തിയിരിക്കുന്നത്. വളരെ നല്ല ഒരു തരത്തിൽ തന്നെ സമ്മേളനം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. മുമ്പ് സമ്മേളനത്തിന് ആരംഭിക്കുന്ന മുമ്പും സമ്മേളനത്തിനിടയ്ക്കും മാധ്യമങ്ങൾ ചില പ്രചരണങ്ങൾ നടത്തിയെങ്കിൽ അതെല്ലാം അപ്രസക്തമായിക്കൊണ്ട് CPIM അവരുടെ ജില്ലാ സമ്മേളനം പൂർത്തിയാക്കുമ്പോൾ ഐക്യത്തോടെ ജില്ലാ സെക്രട്ടറിയുടെ പേരും പുറത്തു വരുന്നു. അതിനോടൊപ്പം തന്നെ 6 പുതിയ അംഗങ്ങളും ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇത് കോന്നിയെ സംബന്ധിച്ചോളം സന്തോഷിക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. CPIMൻ്റെയും അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മലയോര ഗ്രാമമായ കോന്നി ഒരു സമ്മേളനത്തിന് വേദിയാക്കുന്ന രക്തസാക്ഷികളുടെ സ്മരണകൾ ഇരുമ്പുന്ന കോന്നിയിൽ തന്നെയാണ് ഇത്തവണ സമ്മേളനം നടന്നത്. അവിടെയാണ് രാജു എബ്രഹാം തുടർച്ചയായി 5 തവണ റാന്നി MLA തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രിയ നേതാവ് കൂടിയായിരിക്കുന്ന, ഇത് പറയുമ്പോൾ എല്ലാ നേതാക്കളും ജനപ്രിയ നേതാക്കൾ തന്നെയാണ്. 5 തവണ പാർലമെന്ററി രംഗത്ത് ഭംഗിയോടെ ശോഭിക്കാൻ സാധിച്ച ഈ MLA കൂടിയായിരുന്ന രാജു എബ്രഹാം ഇപ്പോൾ CPIMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അജിംഷാദ്. തീർച്ചയായും